ഇലക്ട്രിക് ബസ്സിനെ സംബന്ധിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഈ ഇലക്ട്രിക് ബസ് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായും KSRTC കൊടുക്കണമെന്നുള്ള അഭിപ്രായം. പക്ഷേ ഈ നയം അതല്ല. ഇപ്പൊ പറഞ്ഞ നയം അതല്ല. എന്താണ് നയം? നയം സ്വകാര്യ കമ്പനിക്കാ കൊടുക്കുന്നത്. സ്വകാര്യ കമ്പനി ഡ്രൈവറും ബസ്സുമായിട്ട് KSRTC കൊടുക്കും. KSRTC തൊഴിലാളിയാണ് പ്രധാനം, ജനങ്ങളല്ല. അതല്ല, KSRTC ആ പദ്ധതി പഠിച്ചിട്ട് പറയണം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ആയതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനം മിക്കവാറും തകർക്കാനായിരിക്കും. സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണല്ലോ. ഇത് സർക്കാരുമായിട്ട് സംസാരിക്കണ്ടേ? പുതിയ സർക്കാർ വന്നപ്പോ സംസാരിക്കാമല്ലോ. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ സംസാരിക്കാമല്ലോ. ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് എഴഞ്ഞോളാൻ. ഈ പിണറായി സർക്കാർ ഇവിടെ എഴയാതിരുന്നത് കേന്ദ്രം തന്ന പദ്ധതി കൊണ്ട് തന്നെയാ. ഇപ്പൊ 4.5 കോടി 4.5 ലക്ഷം കോടി കണക്കിൽ ഇവിടെ അല്ല, ഇദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വണ്ടി തരും, എന്ത് വന്നാലും ശരി ഞങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വണ്ടി വരും, വണ്ടി കൊടുത്തിട്ട് ഒരു ഡ്രൈവറെ കണ്ടക്ടറേയും തരും. അവര് മനുഷ്യരല്ലേ, അവർക്ക് പൈസ കിട്ടിയാലും ഇവർക്ക് എന്നാ കുഴപ്പം? ആർക്കെങ്കിലും ജോലി കിട്ടുന്നില്ല, ആർക്കെങ്കിലും ജോലി കിട്ടുന്നില്ല. എന്നാ അപകടം? മജ്ജയും മാംസവും ഉള്ള ഒരു മലയാളിക്ക് ജോലി കിട്ടുമ്പോൾ അത് എന്റെ യൂണിയൻ അല്ലാത്തതുകൊണ്ട് വണ്ടി വേണ്ട, നാട്ടുകാർക്ക് ഗുണമില്ലാന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? എന്തോ രാഹുല്, ഒരിക്കലും ശരിയല്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ആ 950 ഇലക്ട്രിക് ബസ് കോർപ്പറേഷന് കൊടുക്കണമെന്നാ പറഞ്ഞത്. നേരിട്ട് അത് നടത്തണമെന്നാ പറഞ്ഞത്, അല്ലാതെ വേണ്ടെന്നല്ല പറഞ്ഞത്. ആ നയം മാറ്റി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊടുക്കും. ഇപ്പൊ പിന്നെ തെലുങ്കാനയെ കൊടുത്തു. പിന്നെ അവിടെ എന്താ സംഭവം? ഈ പറയുന്ന നമ്മുടെ KSRTCയുടെ എല്ലാ ആസ്തികളും അവരിലേക്ക് പോവാ. കാരണം ഡിപ്പോയും എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കുക. ഇതിലേക്ക് പോവാണ്. കേന്ദ്രം സബ്സിഡി കൊടുത്ത KSRTCക്ക് അല്ല, സ്വകാര്യ കമ്പനിക്കാ. സ്വകാര്യ കമ്പനിയാണ് ഈ ബസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കൊടുക്കുന്നത്. കേന്ദ്രത്തിന്റെ സബ്സിഡി പോകുന്നത് ഈ പറയുന്ന സ്വകാര്യ കമ്പനിക്ക്, അല്ലാതെ KSRTCക്ക് അല്ല. KSRTCയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഡ്രൈവർമാരാണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർ പ്രോപ്പറായിട്ട് ഇവിടെ ഡിപ്പോയൊക്കെ പറയാണല്ലോ, അവിടെ പ്രോപ്പറായിട്ട് ചെയ്യത്തില്ല. പറഞ്ഞ കറക്റ്റാണ്. സാധാരണ പ്രൈവറ്റുകാരൻ്റെ വണ്ടി ഓടിക്കണ എളുപ്പമാണെങ്കിൽ ഈ വണ്ടി ഓടിക്കണം അതിലും പിറക്കാട്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാം. പക്ഷെ മജോറിറ്റി ആൾക്കാർ ഈ ഡ്രൈവർമാരല്ല.